ടെക്നോ എന്ന കമ്പനിയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ടെക്നോ സ്പാർക്ക് ഗോ പ്ലസ്. എൻട്രി ലെവലിൽ വരുന്ന ഈ ഫോണിന്റെ വില വരുന്നത് 6300 രൂപ മാത്രമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് ഗോ പ്ലസിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. ആ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ മുകളിൽ ഐ ബട്ടണിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ടെക്നോ സ്പാർക്ക് ഗോ പ്ലസ് വരുന്നത് 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചെറിയ ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകളാണ് നമുക്ക് ലഭിക്കാറ്. പക്ഷേ ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ നമുക്ക് വലിയൊരു ഡിസ്പ്ലേ ഈ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ചും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ നമുക്ക് ഏകദേശം 89.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്നുള്ള ഫീച്ചർ ലഭിക്കാറില്ല. പക്ഷേ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഫേസ് അൺലോക്കിംഗ് എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ബാക്ക് കവർ വരുന്നത് പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ടാണ്. പിന്നെ ഊരാൻ പറ്റിയിട്ടുള്ള ഒരു ബാക്ക് കവറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ ഒരു ഗ്രേഡിയൻ കർവ് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേയും ഡിസൈനുമായിട്ട് തന്നെയാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ A22 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും തരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഹീലിയോ A22 എന്നുള്ളത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹീലിയോ P22 അതുപോലെ സ്നാപ്ഡ്രാഗൺ 439 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നമുക്ക് വേറെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 2 GB റാമാണ് ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ നമുക്ക് 32 GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് 9 ഗോ എഡിഷൻ ബേസ് ചെയ്തിട്ടുള്ള iOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിൻ്റെ ലൈറ്റ് വെർഷനാണ്. അവ റാമൊക്കെ കുറഞ്ഞ ഫോണുകൾ അധികം ഹാങ് ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ ഈ ഒരു സോഫ്റ്റ്വെയർ സഹായിക്കും. കാരണം ഇത് ആൻഡ്രോയിഡിൻ്റെ ലൈറ്റ് വെർഷനാണ്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ക്യാമറ സെൻസറാണ് ലഭിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ 6300 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ വലിയൊരു ക്യാമറ പെർഫോമൻസ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 4000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 6299 രൂപയാണ്. പിന്നെ ഈ ഫോണിൻ്റെ കൂടെ 799 രൂപ വിലയുള്ള ഒരു ബ്ലൂടൂത്ത് ഇയർപീസ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോൺ ഓഫ്ലൈൻ സ്റ്റോർ വഴിയും അതുപോലെ ഓൺലൈൻ സ്റ്റോർ വഴിയും നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 6300 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേയും ഫിംഗർ പ്രിൻറ്റ് സെൻസറും പിന്നെ 4000 mAh ബാറ്ററിയൊക്കെ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 6300 രൂപ പ്രൈസ് റേഞ്ചിൽ മേടിക്കാൻ പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്തൊരു ഫോണാണ് ടെക്നോ സ്പാർക്ക് ഗോ പ്ലസ്.